അങ്ങനെ ആന്റി മേഘയുടെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് കാർത്തികിനോട് പറയാൻ തുടങ്ങി. കോളേജിൽ പഠിക്കുമ്പോൾ വളരെ ചുറുചുറുക്കുള്ള തന്റേടിയായ ഒരു പെൺകുട്ടിയായിരുന്നു മേഘ. അവൾക്ക് ഒരുപാട് ആൺസുഹൃത്തുക്കളുണ്ടായിരുന്നു. അതിന്റെ പേരിൽ മേഘയുടെ അമ്മ അവളോട് എപ്പോഴും വഴക്കിടുന്നത് പതിവായിരുന്നു. ആൺകുട്ടികളുമായുള്ള ഈ കൂട്ടുകെട്ട് അവസാനിപ്പിക്കണമെന്ന് അമ്മ അച്ഛനോട് എപ്പോഴും പറയുമായിരുന്നു. എന്നാൽ അതൊന്നും ഒരു പ്രശ്നമല്ല, ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞ് അച്ഛൻ എപ്പോഴും അവളുടെ കൂടെയായിരുന്നു. ഒരു ദിവസം പരീക്ഷ കഴിഞ്ഞ സമയം അവളുടെ ഫ്രണ്ടായ ദേവ് രാത്രി ബർത്ത്ഡേ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞ് അവളെ ക്ഷണിച്ചു. അങ്ങനെ രാത്രി അവൾ ദേവിന്റെ വീട്ടിലെത്തി. അവിടെ വെച്ച് അവൾക്ക് കുടിക്കാൻ ദേവ് ജ്യൂസ് നൽകി. അത് കുടിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൾക്ക് മയക്കം വരുന്നതുപോലെ തോന്നി. ആ സമയം ദേവ് അവളോട് മോശമായി പെരുമാറാൻ തുടങ്ങി. മയക്കം വരുന്നുണ്ടെങ്കിലും അവൻ ചെയ്യുന്നത് എന്താണെന്ന് അവൾക്ക് ഒരു മിന്നായം പോലെ മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവൾ എതിർത്തതോടെ ദേവും ഫ്രണ്ട്സും അവളെ ബലമായി പിടിക്കാൻ ശ്രമിച്ചു. മേഘ ബഹളം വെക്കാൻ തുടങ്ങി. ബഹളം കേട്ടതുകൊണ്ട് അടുത്ത വീട്ടിൽ നിന്നും ഒരാൾ ഓടിവന്നു. അദ്ദേഹം ഒരു പോലീസുകാരനായിരുന്നു. ആ പയ്യന്മാരെ അദ്ദേഹം അപ്പോൾ തന്നെ പിടികൂടി. തുടർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് മേഘയുടെ അച്ഛനെയും അമ്മയെയും വിളിച്ചുവരുത്തി അവളെ വീട്ടിലേക്ക് വിട്ടു. വീട്ടിലെത്തിയ മേഘയോട് അമ്മ ദേഷ്യപ്പെട്ടു. ഇവൾ ഇങ്ങനെ ആണുങ്ങളുടെ കൂടെ ചുറ്റിക്കറങ്ങുന്നതുകൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കിയത് എന്ന് അമ്മ പറഞ്ഞു. അവൾ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കും അവരുടെ കൂടെ പോയതെന്നും കൂടി അമ്മ പറഞ്ഞതോടെ മേഘയ്ക്ക് ദേഷ്യം വന്നു. ഇനി എനിക്ക് അമ്മയില്ല എന്ന് അമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞ് അവൾ അവിടെ നിന്നും പോയി. പിന്നീട് ഒരിക്കലും അവൾ അമ്മയോട് സംസാരിച്ചിട്ടില്ല. ആ സംഭവത്തിന് ശേഷമാണ് അവളുടെ സ്വഭാവം ആകെ മാറിയതെന്നും ഇപ്പോൾ കാണുന്നതുപോലെ അവൾ ജീവിക്കാൻ തുടങ്ങിയതെന്നും ആന്റി പറഞ്ഞു. ഇതായിരുന്നോ ഇത്ര വലിയ കാര്യം? ഇതിനാണോ ഇവൾ എപ്പോഴും ചിരിക്കാതെ നടക്കുന്നത്? ആ പയ്യനെ കണ്ടെത്തി രണ്ട് പൊട്ടിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേയുള്ളൂ എന്ന് കാർത്തിക് ആന്റിയോട് പറഞ്ഞു. അതും ശരിയാണ്, പക്ഷേ എല്ലാവരും ഒരേപോലെയല്ലല്ലോ ചിന്തിക്കുന്നത് എന്ന് ആന്റി മറുപടിയും നൽകി.